സമയത്തിൽ ഇത് കേൾക്കുമ്പോഴേ ഇത് കുളമാണ്, ഇത് എടുത്തു കഴിഞ്ഞാൽ കുടുംബം വില വിറ്റ് പൈസ അടയ്ക്കേണ്ടി വരുന്നൊന്നും ഞാൻ എടുക്കില്ല. ഈ വരുന്ന കഥ പറയാൻ വരുന്ന ആളിനെ സഹായിക്കാൻ ഇരിക്കുന്ന ഒരുത്തനല്ലല്ലോ ഞാൻ. മോഹൻലാൽ ശോഭന പടത്തിൽ ഞാനൊരു പ്രത്യേക വേഷം ചെയ്യണം. എൻ്റെ ഒരു രണ്ടാം വരവാണ് ഈ ശരിക്കും പറഞ്ഞത്. അതിനാണ് 1.5 മാസം താടിയും വിളക്കി മുടി മുട്ടയടിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ തൊപ്പി വെച്ചേക്കുന്നത്, അല്ലാതെ ദേഹാനന്ദത്തെ പേടിച്ചിട്ടല്ല. എൻ്റെ അടുത്ത് യൂണിവേഴ്സിറ്റി കോളേജിലുള്ള അന്ന് പടം ഇറങ്ങിയിട്ട് കുറേ പിള്ളേർ പറഞ്ഞ് ഒരു കഥ പറയാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മനസ്സിൽ കോളേജ് പഠിക്കുന്ന പിള്ളേരല്ലേ, അപ്പോൾ അവരുടെ തിങ്കിങ് പ്രോസസ്സൊക്കെ നന്നായിരിക്കും, നല്ല നല്ല കഥയായിട്ട് വരും. എന്നിട്ട് ഞങ്ങളൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു ചോട്ടാ. പിന്നെ എന്താണ് സംഭവം, ഇവർ 4 പേര് പൈസയ്ക്ക് വേണ്ടിയിട്ട് ശ്മശാന മറ്റേ പള്ളിയിലെ മറ്റേ ഇതില്ലേ സെമിത്തേരിയിൽ നിന്ന് രാത്രി പോയിട്ട് ശവം മാന്തി എടുക്കുന്നു മെഡിക്കൽ കോളേജൊക്കെ പഠിക്കാൻ കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞു. കുറേ കഴിഞ്ഞ് നമ്മൾ നിർത്തും. ഞാൻ നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്നുണ്ട്, ഇങ്ങനെ ഇത്രയും വൃത്തിയിട്ട കഥയും ചിന്തയാണെന്നായിട്ടുള്ളത്. നിങ്ങൾ എനിക്ക് താല്പര്യമില്ല, ഞാൻ അയച്ചു പോയി. ഇപ്പോഴും പലരും ചോദിക്കും വെള്ളാനകളുടെ സെക്കൻഡ് പാർട്ട് ശോഭനയുടെ മോഹൻലാലിൻ്റെയും മകൻ, അത് വേറൊരു മോഹൻലാൽ, പിന്നെ വേറൊരാളാണ്. ഞാൻ പറഞ്ഞത് നന്നാവില്ല. ഇപ്പം വെള്ളാനകൾ ഓടി എന്ന് വെച്ചിട്ട് വേറെ സെക്കൻഡ് പാർട്ട് എടുത്താൽ ഇതൊന്ന് ഹാരി പോട്ടറാ. ഹാരി പോട്ടറിന്റെ എല്ലാ സീരീസും ഹിറ്റായിരുന്നു. എല്ലാം ഹിറ്റാണ്. അദ്ദേഹം എടുക്കണല്ലേ പ്രൊഡ്യൂസറും. പിന്നെ അന്ന് ആ സിനിമ ചെയ്തപ്പോൾ എടുത്ത അതൊരു വെറൈറ്റി അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ആ പ്രൊഡക്ഷൻ ടൈം എടുത്ത അതും ഇന്നത്തെ ഈ ബഡ്ജറ്റ് തമ്മിൽ എത്രത്തോളം വ്യത്യാസവും പരിപാടി? അന്നെന്ന് പറഞ്ഞാൽ 2005 ഇപ്പം 19 വർഷമായില്ലേ. ക്വാളിറ്റി സന്തോഷത്തിന്റെ മാജിക്കാണ്. അതല്ല ഞാൻ പറഞ്ഞത്, അന്നത്തെ കാശല്ല ഇപ്പോഴത്തത്. ഒന്ന് ആലോചിക്കണം, അന്നത്തെ കാലത്തെ ഒരു കാസ്റ്റ് അന്നത്തെ കാലത്ത് വെച്ച് ഇപ്പോൾ ഒരു ചെറിയ പടം പോലും എടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ 3 പടം എൻ്റെ കാസ്റ്റ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വിശ്വാസമാണ്. വെള്ളാനകളെന്നുള്ള സഭ പടം ഞാൻ എടുത്തല്ല. അത് വെള്ളാനകൾ എന്ന പടത്തിന് അതിന് ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന പടം മോഹൻലാലും മമ്മൂട്ടി പ്രിയദർശൻ ഞാനും എല്ലാം എടുത്ത പടമാണ്. ആ പടത്തിന് ആ പടമായത് 2.5 ലക്ഷം രൂപയാണ് അന്ന്. പിന്നെ ഈ വെള്ളാനകളെന്നാണ് എടുക്കുന്നുണ്ട്. മോഹൻലാൽ, ശ്രീനിവാസൻ, സോമായിട്ട് ഇത്രയും പേര് ആർട്ടിസ്റ്റ് മുരളി, ഇവരെല്ലാം ഉണ്ടല്ലോ, സുമാരി ചേച്ചി. ആ പടത്തിനായത് 20 ലക്ഷം രൂപയാണ് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പടം വരുന്നത് അനശ്വരമാണ്. അനശ്വരം എടുത്തപ്പോഴത്തേക്കും പൈസകളും ആൾക്കാരുടെ പൈസ എല്ലാം കൂട്ടി, അപ്പോഴത്തേക്കും 40 ലക്ഷമായി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക, അനന്തപത്രത്തിലോട്ടെത്തുമ്പോൾ 2.25 കോടി രൂപയായി. പിന്നെ അത് കഴിഞ്ഞ് ചോട്ടാ മുമ്പേ എപ്പോഴത്തേക്കും 3 കോടിയായി. ഇങ്ങനെ കോടികൾ ഇങ്ങനെ കൂടി വരികയാണ്. എന്താ പറയുക, പാവാട എടുത്തപ്പോഴത്തേക്കും എനിക്ക് 5.5 കോടി രൂപയായി. ഞാൻ പറയല്ലേ, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു സിനിമ എടുക്കണമെങ്കിൽ ഒരു ചെറിയ സബ്ജക്റ്റ് പോലെ ഒരു സബ്ജക്റ്റ് എടുക്കണമെങ്കിൽ തന്നെയും ഒരു വലിയ ശാസ്ത്രമായിരുന്നല്ലോ ദേവനന്ദ അങ്ങനെയൊക്കെ വെച്ച് ഒരു പടം എടുക്കല്ലേ, എന്നാൽ തന്നെ 3.5 കോടി രൂപയാവും. അല്ല അതല്ല, ഇപ്പോൾ നടക്കുന്ന പടങ്ങൾ, ഇവിടെ നടക്കുന്ന പടങ്ങളെല്ലാം 30 കോടി 28 കോടി ദുബായിൽ ഷൂട്ടിങ്, 110 ദിവസം ഷൂട്ടിങ്ങൊക്കെയാണ്. അതൊക്കെ കോടികളാണ്. അതനുസരിച്ച് വരുമാനമുണ്ട്. ഇപ്പം ചോട്ടാ മുമ്പ് ഏയോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ബാൽക്കണി 5 രൂപയാണ്. ഇപ്പോൾ ബാൽക്കണി 400 രൂപ 800 രൂപയാണ്. അപ്പോൾ റവന്യൂ കൂടി. പിന്നെ OTT കച്ചവടം വന്നു, സാറ്റലൈറ്റ് കച്ചവടം വന്നു. സിനിമയുടെ ബിസിനസ് സാധ്യതയുണ്ട് വലുതായിപ്പോയി. മണിമുള്ള ചേട്ടൻ്റെ അടുത്തൊരു കഥ പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുമ്പോൾ എന്നോട് പറഞ്ഞു ആദ്യം നിങ്ങൾ ആ സ്റ്റാറിനെ പോയി കണ്ടവരുടെ ഇത് മേടിക്കാന്നുള്ളത്. അപ്പം അത്തരത്തിൽ തന്നെയാണ് ശരിക്കും പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ ഒരു കഥ പറയണമെങ്കിൽ ഇപ്പോൾ മണിമുള്ള ചേട്ടന് ഇഷ്ടപ്പെടുന്ന കഥകൾ ഏതാണെന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളപ്പം എങ്ങനെയാ നമുക്കൊന്ന്? അങ്ങനെയല്ല, എൻ്റെ അടുത്ത് ഒരാൾ കഥ പറയുമ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഇത് സിനിമയാക്കി ആൾ വരുമല്ലോ, ഞാൻ തന്നെ ടിക്കറ്റ് എടുത്ത് കയറുമല്ലോ എന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചുള്ള ഇത് കേൾക്കുമ്പോഴേ ഇത് കുളമാണ്, ഇത് എടുത്തു കഴിഞ്ഞാൽ കുടുംബം വില വിറ്റ് പൈസ അടയ്ക്കേണ്ടി വരുന്നൊന്നും ഞാൻ എടുക്കില്ല. ഈ കഥ പറയാൻ വരുന്ന ആളിനെ സഹായിക്കാൻ ഇരിക്കുന്ന ഒരുത്തനല്ലല്ലോ ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നോക്കണല്ലോ. ഇത് ഇന്നാരെയിട്ട് ഇത്രയും രൂപ ബഡ്ജറ്റ് ചിലവ്, ഇത് വയബിൾ ആവുമോ എന്ന് നോക്കും. അല്ലാതെ അയാളൊന്നും ചേട്ടാ ഞാൻ എൻ്റെ കുടുംബം ബുദ്ധിമുട്ടാണ്, പട്ടിണിയാണ്, അതുകൊണ്ട് ഈ കഥ എടുക്കണമെന്ന് ഞാൻ പിന്നെ കുത്തോടെ എടുക്കണം. മനസ്സിലല്ല, അതൊക്കെ അങ്ങനെ ഒരു കഥ എടുക്കാനേ പറ്റില്ല. ഇതിനകത്ത് ദേവേന്ദ്ര ഉറങ്ങിയോ? എങ്ങനെയായിരുന്നു പ്രൊഡക്ഷൻ സൈഡില് കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ? കണ്ടിട്ടുണ്ട് ഇതിന് മുന്നേ ചേട്ടൻ്റെ രാജേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനിങ്ങനെ സിനിമകളൊക്കെ കാണുമ്പോൾ അതും ഞങ്ങൾ സത്യത്തിൽ ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ കോമ്പിനേഷൻ സീൻസ് ഇല്ലെന്നേ ഉള്ളൂ. നെയ്മറില്. അപ്പൊ ഇതിനകത്തുണ്ടോ കോമ്പിനേഷൻ? ഉണ്ടോ ഇതിനകത്ത് കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഈ ഇതുപോലൊക്കെ തന്നെയാണോ ശരിക്കും സെറ്റില്? അതെ,
ആണോ? ഇതിനെക്കാട്ടും ഫണ്ണാണ് സത്യത്തിൽ. അതുകൊണ്ട് ഇതിനൊക്കെ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിൽ ഇരിക്കുന്നുണ്ട് ഇത്തിരി ഫോർമലാണെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ? പക്ഷെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഭയങ്കര ഫണ്ണാണ്. ഫണ്ണാണ്. ഈ എത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇനിയിപ്പോ ചെയ്യാനായിട്ട്? ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ മോഹൻലാൽ ശോഭന പടത്തിൽ ഞാനൊരു പ്രത്യേക വേഷം ചെയ്യണം. എൻ്റെ ഒരു 2ാം വരവാണ് ഈ ശരിക്കും പറഞ്ഞത്. അതിനാണ് 1.5 മാസം താടിയും വിളഞ്ഞ് മുടി മുട്ടയടിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ തൊപ്പി വെച്ചിരിക്കുന്നത്, അല്ലാതെ ദേവാനന്ദത്തെ പേടിച്ചിട്ടല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് തൊപ്പി വെച്ചേക്കുന്നില്ല, ജാടയൊന്നുമല്ല, സോറി. അപ്പോൾ ആ വേഷം തൊടുപുഴ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പടത്തിൻ്റെ പ്രൊമോഷൻ ഉണ്ട്. ഈ ഇപ്പൊ എടുത്ത പടങ്ങൾ നോക്കിയാലും കൃത്യമായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ വളരെ വിജയകരമായി ഓടിയ പടങ്ങളാണ് കൂടുതലുള്ളത്. അപ്പം അതൊരു സെലക്ഷൻ പ്രോസസ്സ് ഭയങ്കര, അതും ഓരോ കാലഘട്ടത്തിൽ ഇറങ്ങിയ പടങ്ങളുമാണ്. ഇപ്പോൾ ഞാൻ ഒരു റിപ്പീറ്റേഷൻ ഒരു പടം വന്നില്ല, ഒരു പടത്തിന് 2ാം ഭാഗം എടുത്തിട്ടില്ല. ഇതൊക്കെ എടുത്ത് ഞാൻ തന്നെ എൻ്റെ മോനെ വെച്ച് എൻ്റെ പടം എടുത്തിട്ടുണ്ട്, ഫൈനൽസ് എന്ന പടം. ആ സിനിമയും നല്ലതാണ്, അതെ ഉറപ്പായിട്ടും നല്ല സിനിമയാണ് അത്. സംഭവം അത് സൈക്ലിംഗ് പ്രമേയമൊക്കെ ഒരു പുതിയ സംഭവം. അതുപോലെ എനിക്ക് ചെറിയല്ലേ അതിനകത്ത് ചെയ്യുന്നത്. എന്റെ മോൻ നിരഞ്ജാണ് ഇതിനകത്ത് ഇവരുടെ ചെറിയച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ഞങ്ങള് പുറത്തുനിന്ന് വരുന്ന കുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ചെറിയച്ഛൻ എന്നൊക്കെ വിളിക്കാൻ പാടായതുകൊണ്ട് ഞങ്ങള് ഉണ്ടാക്കിയ ഷോർട്ട് ഫോം ആണ് ചെറി. അപ്പൊ സിനിമയിൽ ഞങ്ങളുടെ ചെറിയാണ് നിരഞ്ജൻ ചേട്ടൻ. നമ്മള് പറഞ്ഞോണ്ട് വ്യത്യസ്തമായ കഥകളാണ്. സെക്കൻഡ് പാർട്ട് എടുക്കല്. പക്ഷേ ആനന്ദബന്ധത്തിന്റെ ഒരു ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിഭീകരമായ ഒരു ഫാൻ ബേസ് ഉണ്ട്. അത് വന്നിട്ടും ഉണ്ടാവുമല്ലോ. സന്തോഷം. എൻ്റെ അടുത്ത് യൂണിവേഴ്സിറ്റി കോളേജിലുള്ള അന്ന് അപ്പോൾ ഇറങ്ങിയിട്ട് കുറേ പിള്ളേർ പറഞ്ഞ ഒരു കഥ പറയാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച മനസ്സിൽ കോളേജ് പഠിക്കുന്ന പിള്ളേരല്ലേ, അപ്പോൾ അവരുടെ തിങ്കിങ് പ്രോസസ്സൊക്കെ നന്നായിരിക്കും, നല്ല കഥയായിട്ട് വരും. എന്നിട്ട് ഞങ്ങളൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു ചോട്ടാ. പിന്നെ എന്താണ് സംഭവം, ഇവർ 4 പേര് പൈസയ്ക്ക് വേണ്ടിയിട്ട് ശ്മശാന പള്ളിയിലെ ഇതില്ലേ സെമിത്തേരിയിൽ നിന്ന് രാത്രി പോയിട്ട് ശവം മാന്തി എടുക്കുന്നു മെഡിക്കൽ കോളേജൊക്കെ പഠിക്കാൻ കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞു. കുറേ കഴിഞ്ഞ് നമ്മൾ നിർത്തുന്നത്, നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്നില്ലേ, ഇങ്ങനെ ഇത്രയും വൃത്തിയിട്ട കഥയും ചിന്തയാണ് നമുക്കുള്ളത്, നിങ്ങൾ എനിക്ക് താല്പര്യമില്ല, ഞാൻ അയച്ചു പോയി. ഇപ്പോഴും പലരും ചോദിക്കും വെള്ളാനകളുടെ സെക്കൻഡ് പാർട്ട് ശോഭനയുടെ മോഹൻലാലിൻ്റെയും മകൻ, അത് വേറൊരു മോഹൻലാൽ, പിന്നെ വേറൊരാളെന്ന്. ഞാൻ പറഞ്ഞത് നന്നാവില്ല. ഇപ്പം വെള്ളാനകൾ ഓടി നോക്കിയിട്ട് വേറെ സെക്കൻഡ് പാർട്ട് എടുത്താൽ ഇതൊന്ന് ഹാരി പോട്ടറാ. ഹാരി പോട്ടറിന്റെ എല്ലാ സീരീസും ഹിറ്റായിരുന്നു, എല്ലാം ഹിറ്റാണ്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഇപ്പോഴത്തെ അവൈലബിലിറ്റിയുടെ പ്രശ്നങ്ങളാണോ അതോ? അല്ല, സെക്കൻഡ് പാർട്ടിന് ഇല്ല, വളരെ മോശമല്ലേ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. നമ്മൾ വേറെ കഥകൾ ചിന്തിക്കും. ഇപ്പം ഞാൻ ഈ ഗൂവിൻ്റെ സൂപ്പർ ഹിറ്റായാലും ഉടനെ പോയിട്ട് എൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കും. ഇല്ല, വേറെ പ്രമേയത്തിലോട്ടേ പോകുള്ളൂ. അപ്പോഴത്തേക്കും ദേവനന്ദ വളർന്നുകൊണ്ടിരിക്കില്ലേ, പെൺകുട്ടികളല്ലേ, ദിവസം വളരും. ഇതെന്തായാലും ഭാവിയിലെ മഞ്ജു വാര്യർ അവിടുത്തെ അല്ലേ, ഒരു തമിഴ് പ്രൊഡ്യൂസർ വിളിച്ച് പറഞ്ഞത് ഒരു ഫ്യൂച്ചറിൽ ശ്രീദേവി ആരൊക്കെയാ ഇരിക്കുന്നത് എനിക്ക് ശ്രീദേവിയെ മഞ്ജു വാര്യരോ ആരൊക്കെയോ ഇരുന്ന് തിളങ്ങുന്നു. അപ്പൊ എന്താണേലും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. രാജേട്ടൻ പറഞ്ഞ വാക്കാണ്, അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ, ഒരു സൂപ്പർ ഹിറ്റാണോ, നിങ്ങൾ അതിനുശേഷം ഞങ്ങളെ വീണ്ടും വിളിക്കണം. ഹിറ്റായതിൻ്റെ ഹിറ്റിന്റെ രഹസ്യങ്ങളൊക്കെ ഓക്കെ നമുക്ക് അറിയാനുണ്ട്. കാരണം ഇതിനകത്തൊരു മിത്തിക്കൽ എലമെന്റ് ഉണ്ട്. കൂടാണ്ട് മനു എന്നുള്ള ഡയറക്ടറാണ്. ഒന്നാമത് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഈ റൈറ്റർ ഡയറക്ടർ ആവുന്നത്. ഡയറക്ടർ ആകുമ്പോൾ വേറൊരാൾ എഴുതി വെച്ചാൽ അയാളുടെ കയറി, ഇത് അയാളുടെ മനസ്സിൽ തന്നെയുള്ള സിനിമ. അയാൾ തന്നെ എൻ്റെ മുമ്പ് ഇരുന്ന് തന്നെ 20 പേരോളം കഥ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് സ്ഫുടം ചെയ്ത് അങ്ങനെ ഒരു നല്ല പൊസിഷനിൽ എത്തിയിട്ടാണ് ഈ പടം തുടങ്ങുന്നത്, ഷൂട്ടിങ് തുടങ്ങുന്നത്. അതുകൊണ്ട് എല്ലാ സീനും പുള്ളിക്ക് അറിയാം. അപ്പം മനു ഒരു എന്താ പറയുക, ഇവിടുത്തെ ഒരു ഇതിനകത്തുനിന്ന് കുറേ പേര് ബോളടിക്കും. ഒന്ന് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജൊനാഥൻ, അതിഗംഭീര റീറെക്കോർഡിങ് 2 മാസം എടുത്തു, 67 ദിവസം എടുത്തു. കാര്യം റീറെക്കോർഡിങ് അത്രയും പറഞ്ഞിട്ടുണ്ട്. സൗണ്ട് സൈഡ്, പിന്നെ ഫോട്ടോഗ്രാഫി സന്തോഷത്തിൻ്റെ അസിസ്റ്റൻ്റാണ് കേട്ടോ, ചന്ദ്രകാന്ത്. പിന്നെ ഈ ട്രെയിലറൊക്കെ എഡിറ്റ് ചെയ്ത് വിനയൻ മെടുക്കനായി എഡിറ്ററാണ്. പിന്നെ അദ്ദേഹവും മെടുക്കനല്ലേ, പ്രൊഡ്യൂസറും. പിന്നെ മിടുക്കാനാണ്, അത് അങ്ങനെ തെളിയിച്ച ഒരാളുകൂടെയാണ്. അതുകൊണ്ട് തന്നെ ആശംസിക്കുകയാണ് ഗു ഒരു നല്ല സിനിമ. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. പ്രേക്ഷകരെല്ലാവരും 17-ാം തീയതി മെയ് 17-ന് എല്ലാ തിയേറ്ററിലും ഇറങ്ങിയാണ്, പോയി കാണണം. നിങ്ങൾ എൻജോയ് ചെയ്യും, ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. ഇതുപോലെയാണ് രാജേട്ടനെ നല്ല ആക്ടറായിട്ട് കാണാൻ ഇനിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പടം വിജയമായിട്ട് ഇതുപോലെ നല്ല സിനിമയുടെ ഭാഗമായിട്ടാണ്. അതെ, ഇനിയും പുതിയ സിനിമകൾ വരുമ്പോൾ എൻ്റെ പേരൊക്കെ ദേവനന്ദ റെക്കമെൻഡ് ചെയ്യട്ടെ. അപ്പൂപ്പനായിട്ടോ അമ്മാവനായിട്ടോ വീട്ടിലേക്ക് പശുവിനെ കറക്കാൻ വരുന്നതാണ് എന്റെ പേര് റെക്കമെൻഡ് ചെയ്യേണ്ടത്. സത്യത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാവരും.
അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.